പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കം ഇപ്പോൾ ഒരു പൂർണ്ണ യുദ്ധമായി മാറിയിരിക്കുകയാണ്. സ്വന്തം സൈനികർക്ക് കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ടതിന് പിന്നാലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമേൽ ഓപ്പറേഷൻ ഗസബ് ലിൽ ഹഖ് എന്ന പേരിൽ വ്യോമാക്രമണങ്ങളും കരയുദ്ധവും ഉൾപ്പെടുന്ന വലിയൊരു സൈനിക നീക്കം ആരംഭിച്ചിരിക്കുന്നു. വ്യാഴാഴ്ച രാത്രി കാബൂൾ, കണ്ടഹാർ, പക്തിയ തുടങ്ങിയ അഫ്ഗാൻ നഗരങ്ങളിലെ താലിബാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. അഫ്ഗാൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിൽ 55-ലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേരെ തടവിലാക്കുകയും ചെയ്തതോടെ പാക് ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി എന്ന് തന്നെ പറയാം. ഇതിന് പ്രതികാരമായാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും ഈ യുദ്ധ പ്രഖ്യാപനത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഡ്യൂറന്റ് രേഖയ്ക്ക് സമീപമുള്ള ഇരു രാജ്യങ്ങളെയും പോരാട്ടം ഇപ്പോൾ തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ രക്തച്ചൊരിച്ചിലിന്റെ തുടക്കം ഫെബ്രുവരി 22-ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തോടെയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ച ഈ ആക്രമണത്തിന് മറുപടിയായാണ് താലിബാൻ സേന പാക് പോസ്റ്റുകൾ ആക്രമിച്ച് തകർത്തത്. പാകിസ്ഥാൻ ഇതിനെ പ്രകോപനമില്ലാത്ത ആക്രമണം എന്ന് വിളിക്കുമ്പോൾ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അതിർത്തി തർക്കത്തോട് പാകിസ്ഥാൻ അമിതമായി പ്രതികരിക്കുകയാണെന്നുമായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിന്റെ വാദം. എന്താണ് ഓപ്പറേഷൻ ഗസബ് ലിൽ ഹഖ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അറബിയിൽ ഇതിനർത്ഥം സത്യത്തിന് വേണ്ടിയുള്ള കോപം അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ള ക്രോധം എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. സ്വന്തം മണ്ണിൽ തീവ്രവാദത്തെ വളർത്തിയ പാകിസ്ഥാൻ ഇപ്പോൾ അതേ ഭീകരവാദത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുകയാണ്. അപ്പോൾ നമുക്കതിനെ പാകിസ്ഥാനോട് തന്നെയുള്ള കോപം എന്ന് തിരുത്തി വ്യാഖ്യാനിക്കാം. തെഹ്രീക്ക് താലിബാൻ എന്ന പാകിസ്ഥാനിനുള്ളിലെ ഭീകര സംഘടനയെ അഫ്ഗാനിസ്ഥാൻ പിന്തുണയ്ക്കുന്നു എന്നതാണ് പാകിസ്ഥാന്റെ പ്രധാന ആരോപണം. നിരപരാധികളായ സാധാരണക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഈ ആക്രമണത്തെ ന്യായമായ നടപടി എന്ന് വിളിക്കാൻ പാകിസ്ഥാൻ ബോധപൂർവം ശ്രമിക്കുകയാണ്. ചുരുക്കത്തിൽ തങ്ങൾ തന്നെ വളർത്തിയെടുത്ത ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് പാകിസ്ഥാൻ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത്. ഡ്യൂറന്റ് രേഖയിലെ ഈ സംഘർഷം അയൽരാജ്യങ്ങൾ തമ്മിലുള്ള കേവലം ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് പാകിസ്ഥാന്റെ തെറ്റായ നയങ്ങളുടെ ബാക്കി പത്രമാണ്. സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഈ യുദ്ധം ഈ മേഖലയെ കൂടുതൽ അസ്ഥിരതയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.